വെളിയത്തുനാട് സഹകരണ ബാങ്ക് 50% സാമ്പത്തിക സഹായത്തോടെ 250 തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ബദ്രിനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ രജന ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയത്തുനാട് സഹകരണ ബാങ്ക് സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി 50% സാമ്പത്തിക സഹായത്താൽ 250 തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷന്റെയും ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ബദ്രിനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ രജന ഉദ്ഘാടനം ചെയ്തു. പുരുഷൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് പൊക്കൂടാ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വീട്ടിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സമയത്തല്ല ഒരു സ്ത്രീ ശക്തിയാകുന്നത്. ഒരു സ്ത്രീ ശക്തി പൂർണ്ണമായിട്ടും കിട്ടുന്നത് സ്വന്തം വീട്ടിലെ പുരുഷൻ സമ്പാദിക്കുന്നതിനൊപ്പമോ അതിനു മുകളിലോ അവളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോഴാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തം വീട്ടിലെ ഭർത്താവോ അച്ഛനോ മകനോ ഒരാവശ്യം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ സഹായിക്കാനുള്ള തുക എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഒരു സ്ത്രീ ശക്തിയാകുന്നത്. NGO ജില്ലാ സെക്രട്ടറി പ്രസാദ് ദേവി പദ്ധതി വിശദീകരണം നടത്തി. അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളൊക്കെ മുൻകൈയെടുത്ത് നടത്തിയിരുന്നതാണ്. ഇപ്പൊ അതിന് നമ്മുടെ ടെക്നോളജിയൊക്കെ വർദ്ധിച്ച സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് UPI എന്ന് പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ന് നടത്താൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലുള്ള മാർഗങ്ങൾ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ സ്വീകരിക്കാൻ മാറി നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പൊ ഇതേപോലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ സംഘടനകൾ, ആ സന്നദ്ധ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുവാൻ വേണ്ടി, അവർക്ക് പരിശീലനം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപം കൊണ്ടത്. ബാങ്ക് പ്രസിഡന്റ് SB ജയരാജ് അധ്യക്ഷത വഹിച്ചു. 50% സാമ്പത്തിക സഹായത്താൽ വിതരണം ചെയ്യുന്ന ലാപ്ടോപ്പ് 3ാം ഘട്ടം, തയ്യൽ മെഷീൻ 2ാം ഘട്ടം എന്നിവയുടെ ബുക്കിംഗ് നടന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെളിയത്തുനാട് സർവീസ് സഹകരണ സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്ക് തയ്യൽ മെഷീൻ കൈപ്പറ്റാനായിട്ട് നിന്നുകൊണ്ട്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വളരെ നല്ല രീതിയിൽ തയ്ക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതാക്കാനോ അല്ലെങ്കിൽ ഒന്ന് അഴിച്ച് വലുതാക്കാനോ ജസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോക്ക് മുടക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ അമ്മ തയ്ക്കും. എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് എനിക്കിതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ എനിക്കിത് കിട്ടിയത് വളരെ ഉപകാരമായിട്ട് ഞാൻ കരുതാണ്. ബാങ്ക് വികസന സമിതി ചെയർമാൻ MK സദാശിവൻ, ഭരണസമിതി അംഗങ്ങളായ റീന പ്രകാശ്, സ്മിത സുരേഷ്, അജിത രാധാകൃഷ്ണൻ, AK സന്തോഷ്, R സുനിൽകുമാർ, VM ചന്ദ്രൻ, PP രമേശൻ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് PG സുജാത എന്നിവർ സംസാരിച്ചു. തയ്യൽ മെഷീനുകളും വേറെ നമ്മളിപ്പോൾ അതിൻ്റെ ബുക്കിംഗ് നമ്മൾ എടുക്കുന്നത് ധാരാളം ആവശ്യക്കാർ കൂടുതൽ വരുന്നതുകൊണ്ട് അവരുടെ എല്ലാം സൗകര്യാർത്ഥം ഒരു ബുക്കിംഗ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇരുചക്ര വാഹനങ്ങൾ, സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 3 കമ്പനികളുടെ ഇരുചക്ര വാഹനങ്ങൾ 50% സാമ്പത്തിക സഹായത്താൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. ജൂൺ മാസം 2ാം തീയതി അത് വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഏതാണ്ട് 1000 സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നമ്മളന്ന് വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീ ശാക്തീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്ന്, വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള മറ്റൊരു കാർഷിക മേഖലയിലെ ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് താല്പര്യമുള്ള വീടുകളിൽ അല്ലെങ്കിൽ താല്പര്യമുള്ള കർഷകർക്ക് കൂൺ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ധാരാളം കൂൺ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ ധാരാളം നമ്മുടെ മുന്നിലേക്ക് വരികയും അവരെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം കൃഷി ചെയ്ത കൂണുകളൊന്നും വിറ്റഴിക്കാനുള്ള മാർഗം കാണുന്നില്ല എന്നുള്ളതാണ്. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആരൊക്കെ കൂണ് കൃഷി ചെയ്തോ അവരുടെ എല്ലാം കൂണ് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് സംഭരിക്കുന്നതിനും അത് പ്രോസസ്സ് ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മാസം 9ാം തീയതി ആ കമ്പനിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ഒക്കെ നടക്കും. അങ്ങനെ വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകളെയും ഒരു
എന്താ പറയുക സ്വാശ്രയരാക്കുകയും സ്വയം പര്യാപ്തരാക്കുകയും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ധാരാളം ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഇനിയും ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാനുണ്ട്. എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇടയത്താട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും.